ബലൂണുകൾക്ക് ഒരു കുട്ടിയെ നിലത്തുനിന്ന് ഉയർത്താൻ കഴിയുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. വാസ്തവത്തിൽ ഇതുപോലൊരു രംഗം മിസ്റ്റർ ബീൻ എന്ന പരിപാടിയിൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ എത്ര ബലൂണുകൾ വേണ്ടിവരും? പരിശോധനകളിലൂടെ അവർ കണ്ടെത്തിയത് വെറും 1 പൗണ്ട് ഭാരം ഉയർത്താൻ ഏകദേശം 46 ഹീലിയം ബലൂണുകൾ ആവശ്യമാണെന്നാണ്. തുടർന്ന് അവർ തങ്ങളുടെ സഹപ്രവർത്തകന്റെ മകളെ ധീരയായ ഒരു പരീക്ഷണ വിഷയമെന്ന നിലയിൽ കടം വാങ്ങി. അവൾക്ക് 44 പൗണ്ട് ഭാരമുണ്ടായിരുന്നു. അതായത് അവളെ വായുവിൽ ഉയർത്താൻ ഏകദേശം 2000 ബലൂണുകൾ വേണ്ടിവരുമായിരുന്നു. അങ്ങനെ അവർ ഒരു വലിയ കൂമ്പാരം ബലൂണുകൾ വാങ്ങി അവ എങ്ങനെ സുരക്ഷിതമായി കെട്ടണമെന്ന് പഠിച്ചു. അതിനുശേഷം അവ ഊതിവീർപ്പിക്കുന്ന നീണ്ടതും ക്ഷീണിപ്പിക്കുന്നതുമായ പ്രക്രിയ ആരംഭിച്ചു. എന്നാൽ അവർ ശ്രമിച്ചപ്പോൾ 2000 ബലൂണുകൾ മതിയായില്ല. ഒന്നുകിൽ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റി, അല്ലെങ്കിൽ ചില ബലൂണുകൾ ചോർന്നുപോയിരുന്നു. പെൺകുട്ടിയുടെ ഭാരത്തിന് തുല്യമായി അവർ ഉപയോഗിച്ച മണൽച്ചാക്ക് ഒരൽപ്പം പോലും ഇളകിയില്ല. പെട്ടെന്നുള്ള കണക്കുകൂട്ടലിന് ശേഷം അവർക്ക് ഏകദേശം 4000 ബലൂണുകൾ ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അതിനിടെ കൂടുതൽ ബലൂണുകൾ പൊട്ടുകയോ അല്ലെങ്കിൽ സമയം കഴിയുന്തോറും കാറ്റുപോകുകയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനാൽ അവർ സമയത്തിനെതിരെ മത്സരിക്കുകയായിരുന്നു. ഏകദേശം 6 മണിക്കൂറിന് ശേഷം അവർക്കൊടുവിൽ 3800 ബലൂണുകൾ തയ്യാറാക്കാൻ കഴിഞ്ഞു. ഇത്തവണ ബലൂൺ കൂട്ടം 44 പൗണ്ട് ഭാരമുള്ള മണൽച്ചാക്കിനെ നിലത്തുനിന്ന് ഉയർത്തി. അവരുടെ കൊച്ചു പരീക്ഷണ പൈലറ്റായ മാഡി അതുകണ്ട് അതിരില്ലാത്ത സന്തോഷത്തിലായി. സുരക്ഷയ്ക്കായി എല്ലാ ബലൂണുകളും ഒരു കസേരയിൽ കെട്ടുകയും മാഡിയെ ഒരു സുരക്ഷാ ലൈൻ ഉപയോഗിച്ച് സുരക്ഷിതയാക്കുകയും ചെയ്തു. എല്ലാം സജ്ജമായപ്പോൾ ടോറി കയറിവിട്ടു. ആ ബലൂണുകളുടെ പർവ്വതം മാഡിയെ ഒരു യഥാർത്ഥ ബലൂൺ പറക്കലിനായി വായുവിലേക്ക് ഉയർത്തി. സിനിമകളിൽ നമ്മൾ കാണുന്നതുപോലെ ഒരൽപ്പം ബലൂണുകൾ മതിയാവുകയില്ല ഒന്നിനെ പറത്താൻ. പരീക്ഷണം അവസാനിച്ച ശേഷം അവർ ബലൂണുകൾ പല വിധത്തിൽ പൊട്ടിക്കുകയും കാറ്റുകളയുകയും ചെയ്തു.